ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. രേറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബാലസഭ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് MA ജാബിർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് മനീഷ വിജയൻ, ജുനൈദ, PU മിൻഹ ഫാത്തിമ, ജിതിൻ, NK ബിന്ദുമോൾ എന്നിവർ പ്രസംഗിച്ചു. റേറോം സ്കൂളിൽ നടത്തിക്കൊണ്ടുവരുന്ന ബാലസഭ, അതായത് കുട്ടികളുടെ സാഹിത്യാഭിരുചികളെ ഉണർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ബാലസഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജൂൺ മാസം മുതൽ ഈ പരിപാടി ചെയ്തു വരുന്നുണ്ട്. എങ്കിലും ഔപചാരികമായി ഒരു ഉദ്ഘാടനം മാത്രമേ നമ്മളിത് നിർവഹിക്കാതിരുന്നിട്ടുള്ളൂ. അതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം മാത്രമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ എല്ലാ ജൂൺ മുതൽ നടത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ് സാഹിത്യം അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. പഠനത്തിനോടൊപ്പം തന്നെ നമുക്കറിയാം, അക്കാദമിക കാര്യങ്ങളോടൊപ്പം തന്നെ അവരുടെ കായിക മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബാലസഭ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ നാടിനും സമൂഹത്തിനും ഉത്തമരായ പൗരന്മാരായി വളരേണ്ടവരാണ്. തീർച്ചയായും ഇത്തരം പരിപാടി മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിലെ LP സ്കൂളിലെ ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ എൻ്റെ അധ്യാപക ജീവിതം തുടങ്ങിയത്. ഞാനതൊന്നും പറഞ്ഞ് നിങ്ങൾ മടുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം അതൊന്നും ആയിരിക്കില്ല. ഒരു ബാലസഭയിൽ പ്രസംഗം ആവശ്യമാണെങ്കിലും പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും മടിയാണ്. എന്നിരുന്നാലും ഒരു ചെറിയ കഥയിലൂടെയും കവിതയിലൂടെയും ഒക്കെ നമുക്ക്, ഞാൻ വലിയ കവിത ആസ്വദിക്കുന്ന ആൾ മാത്രമാണ്, നന്നായി കവിത എഴുതുന്ന ആളൊന്നുമല്ല. എങ്കിലും എന്നെ സ്നേഹിച്ച് എന്നെ ഇവിടെ എത്തിച്ചേർന്ന് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ മറുപടി പറയട്ടെ. ഒരു ഉദ്ഘാടനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചു നേരം വേണ്ടി പറഞ്ഞിരിക്കാം. അങ്ങനെ പോരെ? ഇങ്ങനെ വേണ്ടേ? നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് 2026-27 വർഷത്തെ നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടത്തുന്നതിന്റെ ഭാഗമായി അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാലസഭയുടെ ഉദ്ഘാടന ദിവസമാണ്. ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഭാവി തന്നെയാണ്. ഇന്ന് കഥ കേട്ട് കിടക്കുന്ന കുഞ്ഞ് നാളെ നാടിന്റെ കഥ എഴുതും. ഇന്ന് വരച്ചിരുന്ന ചിത്രം നാളെ ലോകത്തെ തന്നെ മാറ്റിയേക്കാം. ബാലസഭ എന്നത് കളിക്കാനും പാടാനും ഉള്ള ഒരു കൂട്ടായ്മ മാത്രമല്ല, പഠനത്തിലും സംസ്കാരത്തിലും സേവനത്തിലും മുന്നേറാൻ കുട്ടികളായ നമുക്ക് കിട്ടുന്ന ഒരു വലിയ വേദി കൂടിയാണ്. ശ്രീമതി മനീഷ ടീച്ചർക്ക് ഈ പരിപാടിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.